UDF ഭരണത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പ്രസ്താവനയിൽ CPM-നുള്ളിൽ ഭിന്നത. പാർട്ടിക്കുള്ളിൽ AK ബാലനെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു. ബാലനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും രംഗത്ത് വന്നു. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവും. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ കൊളുത്തിയ ഈ വിവാദം കെട്ടടങ്ങുന്നില്ല. ബാലന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്ന സൂചന ഇന്നലെ രാവിലെ തന്നെ പാർട്ടി സെക്രട്ടറി നൽകിയിരുന്നു. പാർട്ടി പറയാനുള്ള നിലപാട് പാർട്ടി പറയും. അതിനു പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ മറുപടി പറയവേ MB ഗോവിന്ദൻ നിലപാട് വിശദീകരിച്ചു. ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമാണ്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടി നൽകുകയായിരുന്നു എന്നാണ് വിശദീകരിച്ചത്. തന്റെ സ്വന്തം തട്ടകമായ പാലക്കാട് ജില്ലയിൽ നിന്നും ബാലന് വിമർശനമേൽക്കേണ്ടി വന്നു. പ്രധാനപ്പെട്ട പദവികളൊന്നുമില്ലാത്ത ബാലൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് ചില അംഗങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ബാലനെ ചേർത്ത് പിടിച്ചു. ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. വർഗീയ വിഭജനത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് CPM എന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AK ബാലനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.